മാഡം ഞാൻ എത്തി. എന്റെ ശങ്കരൻകുട്ടി, നീ ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ഈ പുസ്തകങ്ങൾ പിടിക്കുക. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ആൺകുട്ടികളൊക്കെ എവിടെ പോയി? Today we shall be studying modern American drama. Please open your books to page 16. Drama in the United States of America was always incapable of within phase with progress in other branches of literature. Although by the 19th century the politic prejudice against theatre had completely vanished. എന്താ സർ? കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസ്ഫുൾ ആണല്ലോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ് വേണ്ടേ? എന്താടാ നാവിറങ്ങിപ്പോയോ? വാ തുറന്നു പറയടാ, എന്റെ ക്ലാസ് വേണ്ടേ? ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. Go to your respective classes. എഴുന്നേക്ക്. മിസ്സിന് അറിഞ്ഞൂടെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളില്ലെന്ന്? എന്റെ ക്ലാസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടം. എന്താണ് ഇവിടെ നിന്ന് പതുങ്ങുന്നത്? ക്ലാസ്സിൽ പോടാ. ഇതെന്താടാ കിരീടോ? പിറ്റേന്ന് രാവിലെ ഇറങ്ങുമല്ലയോ? ക്ലാസ്സിൽ പോടാ. വെറും ലോ ക്ലാസ്. നിങ്ങൾ ഈ നോട്ടീസ് കണ്ട? ഈ സുന്ദരിയാണ് കലാതിലകം വേദിക. കലാതിലകത്തിന് അർഹമായ വേദികയുടെ നൃത്തം അവൾ പഠിക്കുന്ന മദേഴ്സ് കോളേജിൽ വീണ്ടും അരങ്ങേറുന്നു. ആക്ച്വലി എന്റെ മമ്മി അവളെ ഡാൻസ് പഠിപ്പിച്ചു. ആണോ? നീ കലാമണ്ഡലം വാസന്തിയുടെ മോനാണോ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് പറ്റിക്കൂടി നിക്കടാ. ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാരട്ടാ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് ഉറക്കം? പോയി പൊറോട്ട അടിക്കടാ. പൊറോട്ട വലിച്ചു കീറോട്ട. എന്റെ ഗോകുലേ, നിനക്ക് ഈ കലാതിലകത്തിനൊന്ന് വളച്ചുകൂട്ടി എടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനൊരു ബലവും അവരുടെ ഗ്രൂപ്പിനൊരു അടിയാവൂലായിരുന്ന. അല്ലാണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേച്ച് അമ്മ ഡാൻസ് പഠിപ്പിച്ചാഞ്ഞ്. അതിന് ഇവള് കലാതിലകം ഞാൻ അറിഞ്ഞു. എന്റെ ഉള്ളം കയ്യിലിരുന്ന പെണ്ണ ഈ കലാതിലകം ഗോകുലിനുള്ളത്. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗോകുലിന്റെ പിന്നിലുണ്ടാവണം. വേദികയെ സ്വന്തമാക്കാൻ ആണായി പിറന്ന ഒരേ ഒരാളെ നമ്മുടെ ക്യാമ്പസിലുള്ളൂ. അത് ഈ റോഷൻ ചെറിയാൻ. സത്യമായിട്ടും പ്രോഗ്രാം നടക്കുന്നന്ന് നീ മദേഴ്സ് കോളേജിൽ പോകും, നൃത്തം കാണും, ഹൃദയം തുറന്ന് അവളെ അഭിനന്ദിക്കുന്നു. എടാ, അത് വിമൻസ് കോളേജാ, അവിടെ ആമ്പിള്ളേരൊന്നും കേട്ടത്തില്ല. പോടാടുന്നു. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കുഴപ്പം? മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. അല്ല, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷന്റെ ചുമതല എന്റെ ഒരു സുഹൃത്തിനാ. ആ വഴിക്ക് നിങ്ങളെ അതിനകത്ത് കയറ്റി തരാം. മണിയാ, നിങ്ങളൊരു സംഭവമാണ്. നിങ്ങളുടെ സുഖമല്ല കുട്ടികളെ, എന്റെ ഒരു സുഖം. വരാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുക? ആണോ? നിന്റെ പ്രോഗ്രാമിന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സീതാലക്ഷ്മിയെ കൊണ്ടുവരാവുന്ന നിന്റെ ഫാദർ ഏറ്റിരുന്നതല്ലേ? സിസ്റ്റർ, പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ജില്ലാ പ്രസിഡന്റിന് അതിനുള്ള പവർ ഒന്നുമില്ലെന്നേ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബാനറും കെട്ടി അനൗൺസ്മെന്റും ചെയ്തു. ഇനി മിനിസ്റ്റർ വന്നില്ലെങ്കിൽ? മദം, മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾ അവിടെ പോയതാ. അപ്പോ അവരവിടെ ഇല്ലായിരുന്നു. അച്ഛൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എന്റെ മാതാവേ. എക്സ്ക്യൂസ് മീ. ഹലോ, എന്താടി? റിയലി? ഓക്കെ, ഞാൻ വരാം. മദർ, ഇതെന്റെ ഒരു ഫ്രണ്ടാ, ഒരു ഓൺലൈൻ പത്രത്തിന്റെ റിപ്പോർട്ടർ. അവക്കറിയാന്ന് മിനിസ്റ്റർ എവിടെയുണ്ടെന്ന്. നേരിട്ടൊന്ന് പോയി കണ്ടാ മതി. കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇറങ്ങ്, എല്ലാവരും വരിവരിയായി നിരനിരയായിട്ട് ഇറങ്ങ്. അത് ശരി, മുതലാളി ഇവിടെ നിൽക്കണം. പോയി ബിരിയാണി ചെമ്പർക്ക്. അയ്യോ, ഞാനത് മറന്നുപോയി. അയ്യോ, ഞാനില്ല, ഷർട്ടുമ്മ കരിയാവും. മൊത്തം ഞാൻ കത്തിക്കും ഞാൻ. അയ്യോ, ഇത് വാടകട്ടോ. അതെ, ഓഡിറ്റോറിയം നിറച്ച് പെൺപിള്ളേരാ. ഇനി നിങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർവീസ് തുടങ്ങിക്കോ. ഒരു സുഖം. സർവീസിന് പെമ്പിളേരെ മതി തന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലേ? എന്റെ സിസ്റ്റർ ഇവരൊന്നും ആണുങ്ങളല്ല, ലുക്ക് മാത്രമേ ഉള്ളൂ. ഒക്കെ ചാന്തുപൊട്ട. ചാന്തുപൊട്ടോ?
എന്ന് വെച്ചാ അയ്യോ സിസ്റ്റർ ചാന്തുപൊട്ട് അറിയില്ലേ? ഫോർ എക്സാമ്പിൾ മാങ്ങപറി, ചെളികുത്ത്, ചെളികുത്ത്, ഇയാൾ എന്തായി കാണിക്കുന്നേ? ചാന്തുപൊട്ട്. ഒന്നും ഉണ്ടാവില്ലെന്നേ. ഓഹോ, നിങ്ങൾ നേരത്തെ കയറി പറ്റിയോ? പറ്റി. എന്താ ഇവന്മാര് ട്രാവൻകൂർ മഹാരാജ കോളേജിലെ പിള്ളേരാന്ന് വിളിച്ചു പറയടാ. അതെ, വിളിച്ച് പറഞ്ഞ രണ്ടു കൂട്ടരെയും പോലീസ് വെക്കും. ഡീസന്റ് ആയിട്ടൊക്കെ ഇന്ന് രണ്ടു കൂട്ടർക്കും നല്ലതാ. ഇത് മാച്ചാവില്ലേ? അത് ഓക്കെ ആവും. കുട്ടി, ആ മാം. ബാലമാഷിന് സുഖമില്ല. പകരം മറ്റൊരാൾ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. നിനക്കറിയോ ആളെ? എനിക്കറിയാം. സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ ലാസ്റ്റ് ടൈമിൽ വേറെ ആരെ കണ്ടെത്താനാ? ഇയാള് തന്നെ മതി. അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. ഓക്കെ. എടാ കട്ടൻ പീസും കാടാ. അത് നോക്കി, അവൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന തേക്കന. ഏത് ഗ്രൂപ്പ്? നമ്മുടെ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ്? ആ, ആ വർഷം കലോത്സവത്തിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. രാഷ്ട്രീയക്കാരനായ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ടാണ് ഞാൻ കലാതിലകമായതെന്നും പറഞ്ഞ് ഒരു ഉണ്ണികൃഷ്ണൻ്റെ നോട്ടീസ് അന്ന് വലിയ വിവാദമായിരുന്നു. അത് ഈ ഉണ്ണികൃഷ്ണനാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു. +2 പരീക്ഷയിൽ ടേബിളിനടിയിൽ വെച്ച ടെക്സ്റ്റ് ബുക്ക് കോപ്പി അടിക്കാനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ ഒരു വർഷം സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ കുബുദ്ധിയായിരുന്നു. പിന്നീടാണ് സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതാര് വേദിക മോളോ? ലക്ഷ്മി, ഓ കേറി മോളെ. വേദിക മോളോ? എന്താ മോളെ വിശേഷിച്ച്? ഞാൻ മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. മാഷിന്റെ മോനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എൻ്റെ ഒരു പ്രോഗ്രാം അമ്മ നേർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വരില്ല. പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ണിയോട് തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാ. പോയത് എനിക്കും 1 വർഷം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറിന് പതിവ് പോലെ കടുപ്പത്തിലൊരു ചായ എടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ കടിയാ? കടി വേണ്ട. കറക്റ്റാ, കടി കുറക്കണം നല്ലതാ. വേദിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ഷീസ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. വേദിക ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് കുറ്റബോധമുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാമിന് താൻ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിക്കുക. അല്ല സർ, അത് ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം നടക്കില്ലേന്ന്. അപ്പോൾ അവൾ പറയുക ഇല്ലാന്ന്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അവളുടെ മനസ്സ് വായിച്ചെടുത്തു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ചായ. സാർ, രാവിലെയും വൈകിട്ടും കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് കുടുംബം കഴിയുന്നതും ഞാൻ പഠിക്കുന്നതും. അതിനിടയിൽ കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. ചൂടുള്ള വാർത്ത. റോഷ, ക്യാമ്പസിനുള്ളിൽ ചൂടുള്ള വാർത്ത. കലാതിലകത്തിന് പ്രണയം. ആരോട്? റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട്. വൺവേയാ. ആ മണങ്കൂസിനോടോ? അതെ. അവക്കിതെങ്ങനെ? അവന്റെ മൃദംഗം അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ.